ഇല്ല, ഞാൻ പറഞ്ഞല്ലോ, ഞാനെന്താ പറഞ്ഞത്, ഞങ്ങൾ ഈ കാര്യം ഗൗരവമായി പരിശോധിക്കും, വിട്ടുവീഴ്ചയില്ലാത്ത നടപടികൾ സ്വീകരിക്കും. അതിൻ്റെ ഒന്നാം ഘട്ടമായി വിത്തിൻ 24 hours ഒരു പരാതി പോലും ഇല്ലാതിരുന്നിട്ടും അദ്ദേഹം രാജിവെച്ചു. ബാക്കി പാർട്ടി അത് പരിശോധിക്കും, അന്വേഷിക്കും. അതിനൊരു പ്രൊസീജിയറുണ്ട്, സിസ്റ്റമുണ്ട്. എന്നിട്ട് നോക്കാം. ഇത്തരം കാര്യങ്ങളിൽ വിട്ടുവീഴ്ചയില്ലാത്ത തീരുമാനം. ഞാൻ എല്ലാവരോടും പറയുന്നു, ആരോപണം ഉന്നയിക്കുന്ന സ്ത്രീകൾക്കെതിരായി, ഒരു സ്ത്രീക്കുമെതിരായിട്ട് ഒരു സമൂഹ മാധ്യമത്തിലൂടെ ഒരു പ്രചരണം ആരും നടത്തരുത്, ഒരു UDF പ്രവർത്തകരും നടത്തരുത്. നടത്തി ഞങ്ങൾ അറിഞ്ഞാൽ, കോൺഗ്രസ് പ്രവർത്തകരാണെങ്കിൽ ഞങ്ങൾ അവർക്കെതിരെ നടപടിയെടുക്കും. ഒരു സ്ത്രീക്കെതിരെ നടത്താൻ പാടില്ല. അത് ശ്രദ്ധയിൽപ്പെട്ടാൽ അത് നടപടിയെടുക്കും. അത് തെറ്റാണ്. അത് കോൺഗ്രസിൻ്റെ കൾച്ചറല്ല, കോൺഗ്രസിൻ്റെ സംസ്കാരമല്ല. അങ്ങനെ ചെയ്യാൻ പാടില്ല. ഒരു സ്ത്രീയെയും സമൂഹ മാധ്യമത്തിലൂടെ വേട്ടയാടാൻ പാടില്ല. അത് കോൺഗ്രസ് ഒരു കാരണവശാലും അനുവദിക്കില്ല. ഏതെങ്കിലും കോൺഗ്രസ് പ്രവർത്തകർ വേറെ ആരെങ്കിലും കണ്ടിട്ട് ആവേശഭരിതരായിട്ട് അത് ചെയ്യരുത്, അതിൽ നിന്ന് പിന്മാറണം എന്നാണ് എൻ്റെ അഭിപ്രായം. ഇറ്റ്സ് എ ടെക്നിക്കൽ ക്വസ്റ്റ്യൻ. ഞാൻ രാവിലെ പറഞ്ഞല്ലോ, കർശനമായ നടപടിയാണെന്ന് പറഞ്ഞല്ലോ. അല്ല, അത് ഞാൻ പറഞ്ഞല്ലോ, എന്തായാലും അതൊരു ടെക്നിക്കൽ ക്വസ്റ്റ്യൻ. ഞാൻ എന്തിനാണ് അങ്ങനെ അത് പറയണം? എന്തായാലും അതിൻ്റെ റിസൾട്ട് എന്താ, രണ്ടും ഒന്ന് തന്നെയല്ലേ. അല്ലല്ല, അദ്ദേഹം നിരപരാധിയാണെങ്കിൽ നിരപരാധിത്വം തെളിയിക്കാനുള്ള അത് അദ്ദേഹത്തിനില്ലേ. ഞാനന്ന് നിങ്ങളോട് പത്രസമ്മേളനത്തിൽ പറഞ്ഞു, ഞങ്ങളുടെ പ്രൊസീജിയർ അനുസരിച്ച് അദ്ദേഹത്തിന് പറയാനുള്ളത് കൂടി ഞങ്ങൾ കേൾക്കണ്ടേ? ആരാണെങ്കിലും കേൾക്കണ്ടേ? നമ്മളൊരു അന്വേഷണം നടത്തുമ്പോൾ ആരോപണ വിധേയനായ ആൾക്ക് കൂടിയുള്ള അഭിപ്രായം ഞങ്ങൾ കേൾക്കുമെന്ന് ഞാൻ പറഞ്ഞു അന്നത്തെ പത്രസമ്മേളനത്തിൽ. എല്ലാം സൂക്ഷിച്ചാൽ ഉപയോഗിച്ചത്, എല്ലാ വാക്കുകളും.